ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മള് വീട് അന്വേഷിക്കാൻ പോവാണ്. അതായത് കൊച്ചിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. കോഴിക്കോട് നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് മാറുകയാണ്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? വീട് അല്ലെങ്കിൽ ഫ്ലാറ്റോ എന്തെങ്കിലും നോക്കണം. വീടോ ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ എന്തെങ്കിലും നോക്കണം. അപ്പൊ ഇന്ന് അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് റിങ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഫുൾ കോൾസ് ആണ്. കാരണം നമ്മളിങ്ങനെ കുറച്ച് എൻക്വയറി ചെയ്തിട്ടിരുന്നു. പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അപ്പം ആ ഒരു ചടങ്ങിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചടങ്ങ് ഹോം ഫൈൻഡിങ് അല്ലേ? നമ്മൾ ഷെൽട്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പൊ നമ്മളുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണം. പിന്നെന്താ പറയാ, അങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടണം. അതെ, അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് നിങ്ങളും വാ, അതായത് നിങ്ങൾക്ക് കൂടി സെലക്ട് ചെയ്യാലോ അല്ലെ? നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ പറ്റും. ഓരോ പ്ലസും മൈനസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളും വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഫൈൻഡ് ചെയ്യാം അല്ലെ? അതെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടീസ് ഏതാന്ന് നിങ്ങൾ പറയാനും പറ്റും അല്ലെ? പിന്നെ നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. കാരണം 1-2 ദിവസം ഞങ്ങൾ ഇത് ഫൈൻഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല, ലൊക്കേഷൻ കറക്റ്റ് ആണോ ചോദിച്ചതാ. ശരി ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വാഴക്കാലയിലൊരു വീട്, ഫ്ലാറ്റ് അല്ലെ, അപ്പാർട്ട്മെന്റ്, ആ രീതിയിലുള്ള ഒരു സംഭവം. അത് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു ഫ്ലാറ്റ്, അതും അപ്പാർട്ട്മെന്റ് ആണോ മറ്റല്ല, ഒരു അപ്പാർട്ട്മെന്റോ ഫ്ലാറ്റ് എന്തോ ഒന്ന് പോയിട്ട് കാണണം. അപ്പോ ലൊക്കേഷൻ കറക്റ്റാ, ഗോ സ്ട്രേറ്റ്. 2 ബെഡ് അല്ലേ? അതെ, 2 ബെഡ്റൂം. കിച്ചണ്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്. ഇതാണ് നമ്മള് 1 BHK നോക്കിയത്. ഇത് കുറച്ചുകൂടി സ്പേസ് ഉണ്ട് അല്ലേ? കുഴപ്പമില്ല. നമുക്ക് ഇനി ഇവിടെ കാക്കനാടുള്ള പോയി നോക്കിട്ട് വരാം. അതില് ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റിവിറ്റി കിട്ടും. പക്ഷെ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് മേളത്തെ ഒക്കെ സോൾഡ് ഔട്ടാ. അതെ, നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വരാം. അപ്പൊ നമ്മള് ഇനി ഒരു ബ്രോക്കറിന്റെ കൂടാണ് പോകുന്നത്. ബ്രോക്കർ നമ്മളെ ഗൈഡ് ചെയ്യും. ഇവിടെ ഇൻഫോ പാർക്കിന്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോവാം. അത്യാവശ്യം നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്. അത് ഒന്ന് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതായത് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ലതാണ് അവിടെ. നമ്മൾ അതാണ് മെയിൻലി ഒന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഇനി വീഡിയോസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇടാനും ആ ഒരു പർപ്പസിനൊക്കെ പറ്റിയ ഒരു വീടാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും അതും പോയിട്ട് കാണാം. ഇതാണ് നമ്മൾ നോക്കിയത്. കുഴപ്പമില്ലല്ലേ? ലൈറ്റിംഗും കാര്യങ്ങളും ലൈറ്റിംഗും നമുക്ക് പറ്റിയ മാതിരി തന്നെയാണ്. പക്ഷെ ചെറിയൊരു ഇവിടെ ഹാളിൽ മാത്രം ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് നോക്കിയിട്ടില്ലേ സോർട്ട് ചെയ്ത് ചെയ്യാം. അതെ, ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പുതിയതുമാണ് അല്ലേ? പുതിയ പ്രോപ്പർട്ടി ആണോ? അതെ, 2 2 ബെഡ്റൂമും ആണ്. നൈസ് ആണ് അല്ലേ? ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആ. അതെ, സ്പേഷ്യസ്, ഫുള്ള് ബെഡ് ഫുള്ളുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കിയിട്ട് അടുത്ത് നോക്കാം അല്ലേ? ഫൈനലി നമ്മളല്ലേ കാക്കനാട് തന്നെ വേറെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ? കാണിച്ചു തന്നെ ഒരു വില്ല ഒന്നും കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോവാ. ഇവിടെ അല്ല, നമ്മൾ അവിടെ വില്ലയിലേ പോയത്. പക്ഷേ ഈ സ്ഥലം അടിപൊളിയാ അല്ലേ? അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. അടിപൊളിയാ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഉള്ളിൽ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഓൾറെഡി വെളിച്ചം കുറവ്. അപ്പം പിന്നെ ഭയങ്കര നമ്മള് മടിയന്മാരാക്കും. അതായത് നമുക്ക് ഒരു ബാൽക്കണി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഒരു പോസിറ്റീവ്, കാരണം ഉള്ളിലേക്ക് വെളിച്ചം നല്ല എത്തുമല്ലോ. വാഴക്കാലൊക്കെ അല്ലേ? ഇത് കുറച്ച് എയറേഷൻ ഒക്കെ ഉണ്ടല്ലേ? കുഴപ്പമില്ല, ആവശ്യമില്ല. നമുക്ക് 2 1 മതി. 3 ബഡ്ജറ്റ് ഒക്കെ ആവാണെന്ന് നോക്കൂല. ഇപ്പൊ കണ്ടതില് ഒരു വലുപ്പമുണ്ട്, ഹാളും വലുപ്പുണ്ട്. നമുക്കിങ്ങനെ ഒതുങ്ങി കൂടുന്ന പോലെ തോന്നില്ല. അതെ 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 അതെ. സ്വയം തൊഴിലായതുകൊണ്ട് നമ്മൾ ഇരിടത്താണെന്നുണ്ടെങ്കിൽ മടി പിടിച്ചു. അതെ അതെ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അറ്റാച്ച്ഡും ആണ്. അതെ അതെ അതെ. എന്ത് ബാത്റൂമിൽ അറ്റാച്ച്ഡ് അല്ല, ഇതില് ബെഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ബെഡ് എടുത്ത് വന്നിട്ട് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ്. നോക്കിയിട്ട് അപ്പൊ ശരി, ബൈ.
അപ്പം നമ്മൾ നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ഇവിടുന്ന് നിയാസിനൊന്ന് കൂട്ടണം അതിൻ്റെ ഇടയ്ക്കല്ലേ. ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെ, നിയാസിന്റെ ഫ്ലാറ്റിൽ നമ്മൾ നിൽക്കുന്നത്, അത് വേറെ കാര്യം. പിന്നെ വേറൊന്നും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നോക്ക്, ഈ തണുപ്പത്തായിട്ടും ഓടിക്കതച്ച് നമ്മൾ ഓരോരോ ഫ്ലാറ്റിൽ പോയത്. ഇപ്പൊ കഴിഞ്ഞത് ഒരു വില്ലയിലാ പോയത്. അവിടെ പക്ഷെ ഒരു പെൺകുട്ടിയൊക്കെ ഉള്ളതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വീഡിയോ എടുത്തില്ല, അവിടെ പോകുന്നുള്ളൂ അവിടുന്ന്. ഇത് കട്ടിലൊക്കെ അല്ലേ. പിന്നെ നേരത്തെ എനിക്കൊരു ചെറിയ റൂമാന്ന് തോന്നുന്നുണ്ട് അല്ലേ. എന്താണ് ഈ ഫ്ലാറ്റിന്റെ അഭിപ്രായം? ഈ ഫ്ലാറ്റ് നമുക്ക് നേരത്തെ ഫ്ലാറ്റിന്റെ അത്ര സ്പേസും ഇല്ല, പിന്നെ ഫേർണിഷിംഗ് ഒക്കെ പഴയ രീതിയില് ഭയങ്കര അത് മാത്രമല്ല നമ്മള് ഇപ്പൊ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീനും സ്റ്റുഡൻസിനൊക്കെ പറ്റും. പക്ഷെ ഒരു ഫാമിലിയാണ് അവര് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഫ്രിഡ്ജും ഇതാക്കണം, വാഷിംഗ് മെഷീൻ. ഇതിൽ ഒന്നാമത് അതെ ഒന്നാമത് എന്താ പറഞ്ഞാല് ഈ ഫർണിച്ചർ ആയിക്കോട്ടെ, മറ്റുള്ള സാധനങ്ങളായിക്കോട്ടെ, നമ്മളിപ്പം മേടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ എടുത്തേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക്, കാരണം ഞങ്ങൾ കുറെ വീട് മാറിയതിനെ കൊണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഈ സാധനങ്ങളൊക്കെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, ഇങ്ങനെ കുറെ പണിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉള്ളത് വാങ്ങിയാൽ സീനില്ല. അതെ, നോക്കിക്കഴിഞ്ഞാൽ. ഇനിയിപ്പോ അതേമാതിരി തന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങളില് കൊച്ചിയിൽ ഇപ്പം കൊച്ചിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ഫ്ലാറ്റ് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഫ്ലാറ്റ് താമസിക്കുന്നവര് വേറെ ഫ്ലാറ്റ് കൊടുക്കല്ലേ, അതായത് റെന്റിന് കൊടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ മെയിൽ ID താഴത്തിന്റെ അതിൽ മെയിൽ അയക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം താഴത്തിന്റെ ID ഉണ്ട്, അതിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നിങ്ങളെ അല്ലെ ആരെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരോ നിങ്ങൾക്ക് വീടോ, അതായത് പോലെ തന്നെ ഇൻഡിവിജ്വൽ വീടുകൾ ഇപ്പൊ കുഴപ്പമില്ല. ഈ കലൂരും കാക്കനാടും എടപ്പള്ളി ഇന്ന സ്ഥലങ്ങളാവണമെന്നില്ല, കുറച്ച് ഇത്തിരി ഒന്ന് മാറിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. വേണമെങ്കിൽ വണ്ടർലാൻഡ് ആ റൂട്ടായാലോ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് മാറിയാലോ ഒന്നും നമുക്ക് സീനൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഇൻഡിവിജ്വൽ വീട് കിട്ടിയാലും അടിപൊളിയാണ് അല്ലേ. നമ്മൾ ഇതന്നെ OLX-ലൊക്കെ തപ്പിയിട്ടാണ് നമ്മൾ തപ്പി കണ്ട് ഓരോ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് വല്ല ഫ്ലാറ്റ് ഉണ്ട്, ഞങ്ങൾ രണ്ടാളോട് ഉണ്ടാവുക. പിന്നെ ആരെങ്കിലും നമ്മളെ ഗസ്റ്റുകൾ വരിക അങ്ങനത്തെ ഉള്ളൂ, മാത്രമേ ആൾക്കാർ വരാനുള്ളൂ. അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് വരിക, അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ എക്സ്ട്രാ ആൾക്കാർ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെ സംഭവങ്ങളൊന്നും അല്ലേ ഒന്നും ബുദ്ധിമുട്ടാക്കൂല നമ്മള് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് അയക്കാം. നമ്മൾ എന്തായാലും ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പണിയാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ ഫൈൻഡ് ചെയ്യുന്നത്. മറ്റേ അല്ലാതെ നമ്മൾ മാറുമ്പോഴൊക്കെ ഇപ്പൊക്കെ ഉണ്ടാവും വരുന്നത് നോക്കാനും ഈ ബ്രോക്കർമാരെ ഡീൽ ചെയ്യാനും ഒക്കെ. അപ്പൊ ഇത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാം അല്ലെ. അവിടെ കൊണ്ട് എന്താ ഫുള്ള് മോടി പൊതച്ചിട്ട് അന്നെ കാണുന്നില്ല അല്ല, അനക്ക് നമ്മളെ കാണുന്നില്ല അല്ലേ. അങ്ങനെതാ കട്ട മഴയത്ത് മോനെ നമസ്കാരം. ഇതെല്ലാം മൂടി പൊച്ചിട്ട് എവിടുക്കാ നോക്കണ്? ഞമ്മളന്നെ എത്ര ഓണടിച്ചവിടെ ആണല്ലേ. പോവാ. ജയിൽ ചപ്പാത്തി ഇല്ല, ചപ്പാത്തി മാത്രമേ ഉള്ളൂ ആണല്ലേ. ചിക്കൻ കറി ഇല്ല, മുട്ടക്കറിയേ ഉള്ളൂ. അത് വേണ്ട, മുട്ടക്കറി ശരിയാവില്ല. ചപ്പാത്തി അല്ലേ ജയിലിന്റെ ചപ്പാത്തി. അതെ, ഇതൊക്കെ ഇനി പഠിക്കണം. രാത്രിക്കത്തേക്ക് വാങ്ങണോ? നമുക്ക് ഇന്ന് ചിലപ്പോ ട്രീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്നൊരു ബർത്ത്ഡേ ഗേൾ ഉണ്ട്, അപ്പൊ അതിന്റെ ട്രീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിയാസെ വിചാരിച്ച മാതിരില്ലടാ ഫ്ലാറ്റ് തപ്പല്, പണിയാണ്. അല്ല, നമ്മള് പണ്ടൊക്കെ തപ്പുമ്പോ നമ്മള് വിചാരിക്കും ബാച്ചിലേഴ്സിന് കിട്ടാനത് എന്നൊക്കെ അല്ലേ. ഇപ്പൊ ഫാമിലി ആയപ്പോ എനിക്ക് എല്ലായിടത്തും ചെന്നിട്ട് മാരീഡ് ആണ്, ഫാമിലിയാണ്. കാരണം മുമ്പ് നമ്മള് ഫ്ലാറ്റ് നോക്കുമ്പോ അതെ നമ്മള് ലൈസൻസ് എടുത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ, ലൈസൻസ് എടുത്തിട്ടുണ്ട് അല്ലേ. പോലീസുകാർ കയ്യാട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. അതേമാതിരി തന്നെ ഇപ്പൊ ലൈസൻസ്ഡ് ആണ്, പക്ഷെ പറ്റിയ സാധനം കിട്ടുന്നില്ല. ഓ, ഇതൊരു അതെ. ഇനി അടുത്ത നാളെ ഫൈൻഡിങ്ങിന്റെ ബാക്കി നാളെ ഞങ്ങൾ തുടരുന്നതാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ആരെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതുപോലെ കൊച്ചിയിൽ അതെ കുറെ പറഞ്ഞ് ഇതാക്കുന്നില്ല. എന്തായാലും ഇത്രേ ഉള്ളൂ. നമ്മളല്ലേ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, അതേപോലെ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതായിട്ട് വല്ലതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് താമസിക്കുന്നുണ്ട്, തൊട്ടടുത്ത ഫ്ലാറ്റ് ഇതേപോലെ ഉണ്ട്, കുഴപ്പമില്ലാത്ത നല്ലപോലെ ഇന്റീരിയർ ചെയ്ത സംഭവമാണ്, അല്ലെങ്കിൽ ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ നല്ല വൃത്തിക്കല്ലേ. കാരണം വീഡിയോയിലൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു വൃത്തിക്കുള്ള ടൈപ്പിലായിരിക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു വെളിച്ചമൊക്കെ ഉള്ള മാതിരി അല്ലേ. വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒരു ബാൽക്കണിയോ അല്ലെങ്കിൽ നല്ലൊരു അല്ലേ ഉൾവെളിച്ചം എത്തിയാൽ മതി. ഓക്കെ, അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കുക അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ കൊച്ചിയിലേക്ക് മാറുകയാണ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.
അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.